ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ അതിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്ന് അറിയണം. ഫസ്റ്റ് ചാപ്റ്ററാണ്. അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പം സെയിം നമ്പർ ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്ത് സെയിം നമ്പർ ആഡ് ചെയ്ത് പോകുന്ന നമ്പർ സീക്വൻസിനെയാണ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ 3 എത്ര ആഡ് ചെയ്താലും 9, 6 അല്ലേ? അപ്പോൾ അതേ 6 തന്നെയാണ് 9 ഇവിടെ ആഡ് ചെയ്യുന്നത്. 9 സെയിം 6 ആഡ് ചെയ്തിട്ട് 15 കിട്ടി. 15 6 തന്നെ ആഡ് ചെയ്തു 21 കിട്ടി. ഇങ്ങനെ 6 ആഡ് ചെയ്ത് പോകുന്നതാണ് ഈ സീക്വൻസ്. അപ്പോൾ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്, കാരണം സെയിം നമ്പറാണ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇനി കുറയാണെങ്കിൽ നമുക്ക് പറയാം നെഗറ്റീവ് നമ്പറാണ് ആഡ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ 13 4 കുറച്ചാലാണ് 9. അപ്പം -4 ആഡ് ചെയ്യലാണ്. 13 -4 ആഡ് ചെയ്താലാണ് 13 - 4 പ്ലസ് മൈനസ് അടുത്തടുത്ത് വരുമ്പോൾ മൈനസ് ജയിക്കും. 13 - 4 9. അപ്പോൾ -4 ആഡ് ചെയ്തിട്ടാണ് 9 വരുന്നത്. 9 -4 ആഡ് ചെയ്തിട്ടാണ് 5 വരുന്നത്. 5 -4 ആഡ് ചെയ്തിട്ടാണ് 5 - 1 4 5 -4 1 വരുന്നത്. അപ്പം -4 ഇങ്ങനെ ആഡ് ചെയ്ത് പോകലാണ്. അപ്പോൾ ഇതും അരിത്മെറ്റിക് സീക്വൻസ് തന്നെയാണ്. അപ്പോൾ സെയിം നമ്പർ ആഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറച്ച് ടേംസ് ഓർത്ത് വെക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ടേം എന്ന് പറഞ്ഞാൽ ഓരോ നമ്പറിനെയും സീക്വൻസിലെ ഓരോ നമ്പറിനെയാണ് നമ്മൾ ടേം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടേമാണ്. ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേമാണ്, സെക്കൻഡ് പൊസിഷനിലുള്ള ടേമാണ് സെക്കൻഡ് ടേം. തേർഡ് ടേം, ഫോർത്ത് ടേം അങ്ങനെ പോകും. അപ്പോൾ n വരെയുണ്ട്. nth ടേം. ഫസ്റ്റ് ടേമിനെ നമുക്ക് x1 എന്ന് വിളിക്കാം, സെക്കൻഡ് ടേമിന് x2, x3 അങ്ങനെ nth ടേം. n എന്ന് പറഞ്ഞാൽ ഏത് നാച്ചുറൽ നമ്പർ വേണമെങ്കിലും ആവാം. x100 എന്ന് പറഞ്ഞാൽ 100th ടേം, 100ാമത്തെ ടേം. x10 എന്ന് പറഞ്ഞാൽ 10th ടേം. അപ്പോൾ n ഏത് നാച്ചുറൽ നമ്പർ വേണമെങ്കിലും ആവാം, ഏത് കൗണ്ടിങ് നമ്പർ വേണമെങ്കിലും ആവാം. പിന്നെ പഠിക്കാതെ ഓർത്ത് വെക്കേണ്ടത് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് സെയിമാണ് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. ഡിഫറൻസ് കോമൺ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് വരുന്നത് 6 ആണ്. 6 അല്ല ആഡ് ചെയ്ത് പോകുന്നത്. ഏത് രണ്ട് അടുത്തടുത്ത ടേം എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ ഡിഫറൻസ് സെയിം ആയിരിക്കും അരിത്മെറ്റിക് സീക്വൻസിൽ. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 6 ആണ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് -4 അല്ലേ, തമ്മിലുള്ള ഡിഫറൻസ് -4 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് പറഞ്ഞു. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, അടുത്തടുത്ത രണ്ട് ടേമിൻ്റെ ഡിഫറൻസ് കണ്ടാൽ മതി. ഇപ്പം സെക്കൻഡ് ടേം അറിയെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. തൊട്ട് മുന്നേ ഉള്ള ടേം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, x2 - x1 അല്ലെങ്കിൽ x3 - x2. തൊട്ട് മുന്നേ ഉള്ള ഏതെങ്കിലും ഒരു ടേമൊന്ന് തൊട്ട് മുന്നേ ഉള്ള ടേം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ ഇവിടെയാണെങ്കിൽ 21 ഫോർത്ത് ടേം, അതിൽ നിന്ന് തേർഡ് ടേം 15 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. പിന്നെ അതിൽ പൊസിഷൻ ഉണ്ട്. പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നമ്പറിൻ്റെ പൊസിഷനാണ്. ഇപ്പോൾ 3 എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിലാണ്. അപ്പോൾ 3ൻ്റെ പൊസിഷൻ 1 ആണ്. 9 സെക്കൻഡ് പൊസിഷനിലാണ്. അപ്പോൾ 9ൻ്റെ പൊസിഷൻ 2 ആണ്. 15ൻ്റെ പൊസിഷൻ 3 ആണ്. അപ്പോൾ ഇതാണ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ. ടേം എന്ന് പറഞ്ഞാൽ ഓരോ പൊസിഷനിലെയും നമ്പർ എത്രയാണ് അതാണ് ടേം. ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ 3 ആണ്. 3 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. 9 സെക്കൻഡ് പൊസിഷനിലാണുള്ളത്. അപ്പോൾ 9 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം ആണ്. 15 എന്ന് പറഞ്ഞാൽ തേർഡ് പൊസിഷനിലാണുള്ളത്. അപ്പോൾ 15ൻ്റെ പൊസിഷൻ തേർഡ് ആണ്. തേർഡ് പൊസിഷനിലുള്ളത് 15 ആണ്. അപ്പോൾ 15 ആണ് തേർഡ് ടേം. അപ്പോൾ അതാണ് പൊസിഷനും ടേമും. പിന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് nth ടേം. നമുക്ക് ഒരു സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയെങ്കിൽ നമുക്ക് ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. 100ാമത്തെ ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. nth ടേം എന്ന് പറയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട് 3 7 11. അപ്പോൾ 3 എത്ര കൂട്ടിയാലോ 7 4 ആണ് അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പോൾ ഒരു തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടി. ഫസ്റ്റ് ടേമിനോട് ഒരു തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ സെക്കൻഡ് ടേം കിട്ടി. സെക്കൻഡ് ടേമിനോട് ഒന്നും കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് തേർഡ് ടേം കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടേമിനോട് 2D കൂട്ടിക്കഴിഞ്ഞാലാണ് തേർഡ് ടേം കിട്ടുന്നത്.
ഫസ്റ്റ് ടേമിനോട് 3D കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് ടേം കിട്ടുമല്ലോ. ഇപ്പോൾ ഫിഫ്ത്ത് ടേം കിട്ടാൻ എന്ത് ചെയ്യണം? 4D കൂട്ടണം അല്ലേ? 4D കൂട്ടേണ്ടി വരും ഫസ്റ്റ് ടേമിൻ്റെ കൂടെ. അപ്പോൾ അതേപോലെ nth ടേം കിട്ടാൻ എത്ര D കൂട്ടേണ്ടി വരും? അപ്പോൾ സെക്കൻഡ് ടേം കിട്ടാൻ 1D ഫസ്റ്റ് ടേമിൻ്റെ കൂടെ. ഫോർത്ത് ടേം കിട്ടാൻ നമ്മൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 4D കൂട്ടിയത്. ഫിഫ്ത്ത് ടേം കിട്ടാൻ 4D കൂട്ടി. അപ്പോൾ nth ടേം കിട്ടാൻ അല്ലെങ്കിൽ 10th ടേം കിട്ടാൻ എത്ര D കൂട്ടേണ്ടി വരും? ഫിഫ്ത്ത് ടേം കിട്ടാൻ നമ്മൾ 1 2 3 4D കൂട്ടിയത്. അപ്പോൾ 10th ടേം കിട്ടാൻ 9D കൂട്ടിയാൽ പോരെ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ. അതേപോലെ nth ടേം കിട്ടണമെങ്കിൽ നമ്മൾ എത്ര D കൂട്ടേണ്ടി വരും? n കുറച്ചിട്ട്. ഇപ്പോൾ 10th ടേം കിട്ടാൻ 9D കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ nth ടേം കിട്ടാൻ n കുറച്ചിട്ട് അത്രയും D കൂട്ടിയാൽ മതി ഫസ്റ്റ് ടേമിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫസ്റ്റ് ടേം പ്ലസ് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ അതിൽ നിന്ന് കുറച്ചിട്ടുള്ള D. ഇപ്പോൾ 100ാമത്തെ ടേമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 99D ആണ് കൂട്ടേണ്ടത്. അപ്പോൾ ഇതാണ് nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ നമുക്ക് ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും അരിത്മെറ്റിക് സീക്വൻസിലെ. അപ്പോൾ nth ടേം ഈക്വൽ ടു x1 + n - 1 × D. ഇനി ഫസ്റ്റ് ടേം തന്നെ അറിയണമെന്നില്ല. ഇവിടെ നോക്കാം. ഇപ്പോൾ ഒരു സീക്വൻസ് ഫസ്റ്റ് ടേം അറിയില്ല, സെക്കൻഡ് ടേം 11 ആണ്, തേർഡ് ടേം 15 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പം സെക്കൻഡ് ടേം എടുക്കാം. സെക്കൻഡ് ടേമിനോട് എത്ര കൂട്ടിയാലാണ് നമുക്ക് ഫോർത്ത് ടേം കിട്ടുക? ഫസ്റ്റ് ടേമിനോട് 3D കൂട്ടണമായിരുന്നു. പക്ഷേ സെക്കൻഡ് ടേം ആണെങ്കിൽ നോക്കിക്കേ, സെക്കൻഡ് ടേമിനോട് ഒരു D കൂട്ടുമ്പോൾ തന്നെ തേർഡ് ടേം കിട്ടി. വീണ്ടും ഒരു D കൂട്ടുമ്പോൾ ഫോർത്ത് ടേം കിട്ടി. അപ്പോൾ x2നോട് സെക്കൻഡ് ടേമിനോട് 2D കൂട്ടുമ്പോൾ തന്നെ ഫോർത്ത് ടേം കിട്ടുന്നില്ലേ? x2നോട് 3D കൂട്ടുമ്പോൾ തന്നെ ഫിഫ്ത്ത് ടേം കിട്ടുന്നില്ലേ? x2നോട് 3D കൂട്ടിയാൽ x5 കിട്ടും. ഇനി x2നോട് 4D കൂട്ടിക്കഴിഞ്ഞാൽ x2ഉം 4ഉം സിക്സ്ത് ടേം കിട്ടും. ഇനി ഇപ്പോൾ x4 ആണെന്ന് കരുതുക. x4നോട് ഒരു D കൂട്ടുമ്പോൾ തന്നെ നമുക്ക് x5 കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ടേം അറിഞ്ഞിട്ടില്ലെങ്കിലും ബാക്കി എത്ര D കൂട്ടണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ x4 നമുക്കറിയാം, അല്ലെങ്കിൽ x3 നമുക്കറിയാം. ഇനി x10 കണ്ടുപിടിക്കണമെങ്കിൽ x3ൻ്റെ കൂടെ എത്ര D കൂട്ടിയാൽ മതി? x3ൻ്റെ കൂടെ തേർഡ് പൊസിഷൻ 10th പൊസിഷൻ ആവണമെങ്കിൽ 7 ഇല്ലേ? 7 പൊസിഷൻ ഉണ്ട്. അപ്പോൾ 7D കൂട്ടിയാൽ മതി. x3ൻ്റെ കൂടെ 7D കൂട്ടിയാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് xn കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടേം തന്നിട്ടില്ല, വേറെ ഏതെങ്കിലും ഒരു ടേം തന്നു കഴിഞ്ഞാലോ xk ആണ് തന്നെന്ന് കരുതാം, അതിൻ്റെ കൂടെ ബാക്കിയുള്ള പൊസിഷന് അത്രയും D കൂട്ടിയാൽ മതി. ഇപ്പം പറയുകയാണെങ്കിൽ nth ടേം കണ്ടുപിടിക്കണമെങ്കിൽ n മൈനസ് ഏത് പൊസിഷനാണോ തന്നത് അതിൻ്റെ പൊസിഷൻ കുറയ്ക്കാം. ഇപ്പോൾ 10ാമത്തെ ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, 5ാമത്തെ ടേമാണ് നമുക്ക് തന്നതെങ്കിൽ 10 - 5 ഇൻറ്റു D. അത്രയും D പൊസിഷൻ ഡിഫറൻസ്, അത്രയും D കുറച്ചാൽ മതി, അത്രയും D കൂട്ടിയാൽ മതി നമുക്ക് തന്ന ടേമിൻ്റെ കൂടെ. അപ്പം 10ാമത്തെ ടേം കണ്ടുപിടിക്കണം. 3ാമത്തെ ടേം മാത്രമാണ് നമുക്ക് തന്നതെങ്കിൽ 3ാമത്തെ ടേമിൻ്റെ കൂടെ 10ാമത്തെ പൊസിഷനിൽ 10ാമത്തെ ടേമല്ലേ കണ്ടുപിടിക്കേണ്ടത്, 3ാമത്തെ ടേം തന്നിട്ടുള്ളൂ. അപ്പോൾ 3ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 7. 10 - 3 7D. അത്രയും D കൂട്ടിയാൽ മതി. നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ nth ടേമിൻ്റെ 2 ഇക്വേഷൻ പറഞ്ഞു. ഫസ്റ്റ് ടേം പ്ലസ് n - 1D. അത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ വാട്ട് ഈസ് ദി 25th ടേം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ്? അപ്പോൾ ഇവിടെ സീക്വൻസ് തന്നത് 1 11 21 അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേം നമുക്കറിയാമല്ലോ. ഫസ്റ്റ് ടേം 1 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതിയല്ലോ. 11 1 കുറയ്ക്കുക. അപ്പോൾ D എത്ര വരും? 11 - 1 10. ഡിഫറൻസ് D ആണ്. ഫസ്റ്റ് ടേം 1 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കും. ഫസ്റ്റ് ടേം വാട്ട് ഈസ് ദി ഫസ്റ്റ് ടേം? 1 എന്ന് എഴുതാം. കോമൺ ഡിഫറൻസ് D ആണ്. ഇപ്പോൾ ഫസ്റ്റ് 5 ടേംസ് എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് എഴുതാമല്ലോ. 1 11 21 3 ടേം അവിടെ തന്നിട്ടുണ്ട്. അടുത്തത് D കൂട്ടിയാൽ മതി. D 10 അല്ലേ? അപ്പോൾ 10 കൂട്ടിയാൽ 31, 10 കൂടെ കൂട്ടിയാൽ
41. അപ്പോൾ 5 ടേം ആയിട്ടുണ്ട്. nth ടേം കണ്ടുപിടിക്കുന്നത് 25th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലേ. 25th ടേം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അങ്ങനെ എഴുതി പോയാൽ 25th ടേം കാണാൻ x25 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. x25 കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേമിനോട് എത്ര ഡി കൂട്ടേണ്ടി വരും? 25th ടേം ആകുമ്പോൾ 24 ഡി കൂട്ടിയാൽ പോരെ, n-1 ഡി ചെയ്താൽ പോരെ. ഫസ്റ്റ് ടേം 1 ആണ്, 1നോട് 24 ഡി എന്ന് പറയുമ്പോൾ ഡി 10 ആകുമ്പോൾ 24 × 10 24 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ 10 കൊടുത്താൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 240 ആഡ് ചെയ്താൽ 1 ആഡ് ചെയ്താൽ 241. ഇതാണ് 25th ടേം വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം തന്നാൽ എങ്ങനെ nth ടേം കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായി. ഇപ്പോൾ വേറൊരു സീക്വൻസ് 3, 7, 11 ഈ സീക്വൻസ് എടുക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ടേം തന്നിട്ടില്ല എന്ന് കരുതാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം ഇല്ല, സെക്കൻഡ് ടേം വെച്ചിട്ടാണെങ്കിലും നമുക്ക് എന്ത് പഠിക്കാം? 25th ടേം കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. x25 = x2 ആണ് തന്നതെങ്കിൽ x2നോട് എത്ര ആഡ് ചെയ്യേണ്ടി വരും? 25 - 2 23 അല്ലേ. 23 ആഡ് ചെയ്താൽ മതി, 23 ഡി ആഡ് ചെയ്താൽ മതി. ഫസ്റ്റ് ടേം ആകുമ്പോഴാണ് നമ്മൾ 24 ഡി ആഡ് ചെയ്തത്. സെക്കൻഡ് ടേം ആണെങ്കിൽ 25 2 കുറയ്ക്കുക, 23 അത്രയും ഡി ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ x3 ആണെങ്കിലോ, x3 ആണെങ്കിൽ 25 - 3 22 ഡി ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ തേർഡ് ടേം 11 ആണല്ലേ. 11 + 22 ഡി എത്രയാണ് ഇവിടെ? 7 11. അപ്പം 4 അല്ലേ കോമൺ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ 24 × 4 ചെയ്യാം. 11 + 24 × 4 എന്ന് പറയുമ്പം 44 88 വരും. 88ഉം 11ഉം ആഡ് ചെയ്താൽ എത്രയാണ്? 99 ആണ് 25th ടേം ഇവിടെ വരിക. ഇനി നമുക്ക് അടുത്തടുത്ത ടേം തന്നാലാണ് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുക അല്ലേ. ഇനിയിപ്പം അടുത്തടുത്ത ടേം തന്നിട്ടില്ലെങ്കിലും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തേർഡ് ടേം 34 ആണ്, 6th ടേം 67 ആണൊക്കെ തന്നെന്ന് കരുതുക. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 5 ടേംസ് എഴുതാനാണ് പറഞ്ഞത്. 5 ടേംസ് എഴുതണമെങ്കിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയണ്ടേ. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അടുത്തടുത്ത ടേം തന്നാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ x2 - x1 ആയിരുന്നു. ഇതായിരുന്നു ഒരു ഇക്വേഷൻ. ഇനി അടുത്തടുത്ത ടേം തന്നിട്ടില്ല. x3 തന്നിട്ടുണ്ടെങ്കിൽ x3 നിന്ന് x2 കുറച്ചാൽ മതി. x10 തന്നിട്ടുണ്ടെങ്കിൽ x10 നിന്ന് x9 കുറച്ചാൽ മതി. തൊട്ട് മുന്നേ ഉള്ള ടേം കുറച്ചാൽ മതി. ഇതേപോലെ അടുത്തടുത്ത ടേം തന്നിട്ടില്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ വന്നു എന്നുള്ളതൊന്നും വേണ്ട, നിങ്ങൾ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് കരുതാം. അപ്പം സെക്കൻഡ് ടേം 34 ആണ്, 5th ടേം 48 ആണ് തന്നതെന്ന് കരുതാം. അപ്പോൾ ഇത് സെക്കൻഡ് ടേം ആണ്, ഇത് 3 4 5 5th ടേം ആണെന്ന് കരുതാം. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആ ഇക്വേഷൻ വെച്ചാൽ നമുക്ക് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് കിട്ടും. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടേം ആണ്. ഇപ്പോൾ സെക്കൻഡ് ടേം 34 ആണ്, 5th ടേം 48 ആണ്. അപ്പോൾ ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 48 - 34 ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇതിൻ്റെ പൊസിഷൻസ് ആണ് കേട്ടോ. ഇത് 5th പൊസിഷനിലാണ്, ഇത് 2nd പൊസിഷനിലാണ് അല്ലേ. 48 5th പൊസിഷനിലല്ലേ, 5ാമത്തെ പൊസിഷനിലല്ലേ. 34 2nd പൊസിഷനിലാണ്. അപ്പോൾ 5th - 2nd 5 - 2 അതാണ് പൊസിഷൻ ഡിഫറൻസ്. 48 നിന്ന് 34 കുറച്ച് കഴിഞ്ഞാൽ 14/3. അപ്പോൾ ഇവിടെ കറക്റ്റ് വരുന്നില്ല. ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും?
49 ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടാൽ മതി. അപ്പോൾ 5th പൊസിഷന് 49 ആയിക്കോട്ടെ കേട്ടോ. 5th ടേം 49 ആയിക്കോട്ടെ. അപ്പോൾ 49 - 34 ആയിരിക്കും ചെയ്യേണ്ടി വരിക. അപ്പോൾ 15/3 എന്ന് വരൂലേ. 15/3 എത്രയാ? 5 അല്ലേ. അപ്പോൾ 5 ആണ് ഇവിടെ കോമൺ ഡിഫറൻസ് വരുന്നത്. കറക്റ്റാണ് നോക്കാം. 34നോട് 5 കൂട്ടിയാൽ 39, 5 കൂട്ടിയാൽ 44, 5 കൂട്ടിയാൽ 49 കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ ഇക്വേഷനാണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അടുത്തടുത്ത ടേം തന്നിട്ടില്ലെങ്കിൽ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. നമുക്കിവിടെ കാണാൻ പറ്റും 34, 39, 44, 49 ഇങ്ങനെ പോകുന്ന സീക്വൻസിൽ നമുക്ക് ഇപ്പോൾ 1 D കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. 2 D കൂട്ടിക്കഴിഞ്ഞാൽ തേർഡ് ടേം കിട്ടും. 3 D കൂട്ടിക്കഴിഞ്ഞാൽ 4th ടേം കിട്ടും. ഇനി 4th ടേമെന്ന് നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാമല്ലോ. 4th ടേമെന്ന് 1 D കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് 4th ടേം, ഇത് സെക്കൻഡ് ടേം. 4th ടേമെന്ന് 1 D കുറച്ച് കഴിഞ്ഞാൽ തേർഡ് ടേം കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടണമെങ്കിൽ 4th ടേമെന്ന് എത്ര D കുറയ്ക്കേണ്ടി വരും? 1, 2, 3. x4ന്ന് 3 D കുറച്ചാലാണ് x1 കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അത്രയും D കൂട്ടണം. ബാക്കോട്ടാണ് വരുന്നതെങ്കിൽ അത്രയും D കുറച്ചാൽ മതി. അപ്പോൾ 4th ടേം തന്നിട്ട് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത്രയും D കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ 4th ടേമാണ് നമുക്ക് തന്നത്. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 4 - 1 3 അല്ലേ വരിക. 3 D കുറച്ചാൽ മതി. ഓക്കെ. ഇനി x10 ആണ് തന്നതെങ്കിൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ 9 D കുറയ്ക്കേണ്ടി വരും. 10th ടേമെന്ന് 9 D കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. തേർഡ് ടേം 34 ആണ്. 6th ടേം 67 ആണ്. അപ്പോൾ തേർഡ് ടേമും തന്നിട്ടുണ്ട്, 6th ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ 5 ടേംസ് എഴുതാനാണ് പറഞ്ഞത്. 5 ടേംസ് സീക്വൻസ് എഴുതണമെങ്കിൽ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് അറിയണ്ടേ. കോമൺ ഡിഫറൻസ് D = പൊസിഷൻ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അടുത്തടുത്ത നമ്പേഴ്സ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ടേംസ് ഏതൊക്കെയാണ് തന്നത്? തേർഡ് ടേം 34 ആണ് തന്നിട്ടുണ്ട്. 6th ടേം 67 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 67 - 34 ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 6th പൊസിഷനിൽ തേർഡ് പൊസിഷനിലുള്ള നമ്പറാണ് തന്നത്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 6 - 3. 67 34 കുറച്ച് കഴിഞ്ഞാൽ 33 ബൈ 6 - 3 3. 33/3 11 കിട്ടുമല്ലോ. അപ്പോൾ 11 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. അപ്പോൾ തേർഡ് ടേം നമുക്ക് തന്നിട്ടുണ്ട് 34 ആണെന്ന്. ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചാലല്ലേ സീക്വൻസ് ചെയ്താൻ പറ്റുള്ളൂ. അപ്പോൾ തേർഡ് ടേം തന്നിട്ടുണ്ട്. തേർഡ് ടേം 34 ആണ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എത്ര D കുറയ്ക്കേണ്ടി വരും? തേർഡ് ടേമെന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ 1 D അല്ല 2 D കുറയ്ക്കേണ്ടേ. തേർഡ് ടേമെന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നമ്മൾ n-1 എന്ന് വെച്ചാൽ 2 അല്ലേ. 3 തേർഡ് ടേമാണ് തന്നത്. അപ്പോൾ 2 D കുറച്ചാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. തേർഡ് ടേം 34. ഫസ്റ്റ് ടേം = തേർഡ് ടേം 34 ആണ്. 34ന്ന് 2 D കുറയ്ക്കണം. D 11 അല്ലേ. അപ്പോൾ 2 D എന്ന് പറയുമ്പോൾ 2 × 11 2 D നമ്മൾ കുറയ്ക്കാൻ പോവാണ്. 34ന്ന് 22 12 വരും. 12 ആണ് ഫസ്റ്റ് ടേം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ടേം 12 ആണെന്ന് കിട്ടി. ഡിഫറൻസ് 11 ആണെന്ന് കിട്ടി. അപ്പോൾ 11 ആഡ് ചെയ്ത് പോയാൽ പോരെ. 11 ആഡ് ചെയ്താൽ 23, പിന്നെ 11 ആഡ് ചെയ്താൽ 34. തേർഡ് ടേം 34 ആണ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി 11 കൂടെ ആഡ് ചെയ്താൽ 45. ഒരു 11 കൂടെ ആഡ് ചെയ്താൽ 56. ഇപ്പോൾ 5 ടേംസ് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത 67 വരും. അങ്ങനെ പോകും. 5 ടൈംസ് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും മതി.